ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും തന്റെ കൈപുണ്യത്തിന് രുചി കിട്ടില്ലല്ലോ. ഇങ്ങനെ പുകഴ്ത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല. എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് വേണം. എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നേ? ഐ എം ഓൾവേസ് അറ്റ് യുവർ സർവീസ്. എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ. എനിക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ഇൻവിറ്റേഷനോ? എന്തിന്റെ? എന്റെ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷന്. അമ്മയെ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും വർഷങ്ങളായി. ഇതിനു മുൻപ് ഇങ്ങനൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആര് ഇൻവിറ്റേഷൻ അയച്ചത്? അറിയില്ല. അത് ഒരു ഫേക്ക് ഇൻവിറ്റേഷൻ ആയിരിക്കോ? അറിയില്ല. എന്തായാലും എനിക്ക് പോകണം. കിരൺ ഒന്ന് എന്റെ കൂടെ വരുമോ? തീർച്ചയായും വരും. തന്റെ ഒപ്പം എവിടേക്കാണെങ്കിലും ഞാൻ വരും. ശരി, അപ്പോ നാളെ സ്കൂളിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പോവാം. ഓ, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ പിന്നെ ഫുഡ് എടുത്തിട്ട് വരാം. സ്ലിപ്പായതാ. സൂക്ഷിക്കണ്ടേ? ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ താഴെ വീണേനെ. താങ്ക്സ്. പോട്ടെ. മോളെ, നീ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതിത്ര വലിയ കാര്യമായിട്ട് കാണേണ്ടതുണ്ടോ മോളെ? ചെറിയച്ഛൻ അറിയാലോ, ഞാൻ ജീവിക്കുന്ന തന്നെ എന്റെ മോൾക്ക് വേണ്ടിട്ടാ. ഇന്നാ ടീച്ചർ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയച്ഛ. നിന്നെ എനിക്ക് മനസ്സിലാവും. നിനക്ക് ധുനിമോളെ പോലെയാണ് എനിക്ക് നീ. ആ സ്നേഹവും അധികാരവും കൊണ്ട് ചെറിയച്ഛ ഒരു കാര്യം പറഞ്ഞാൽ മോളത് മനസ്സിലാക്കണം. ചെറിയച്ഛൻ പറയേ. സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ധുനിമോക്ക് ചില കുറവുകളുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. ഇത്തരം ഏത് സ്കൂളിൽ അയച്ചാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാം. അത് നമ്മളെ കുഞ്ഞിനെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത്? ധ്വനിമോളെ സ്കൂളിൽ അയക്കാതിരിക്കണം എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. ധുനിമോളുടെ കഴിവുകൾ മനസ്സിലാക്കി മോൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ അവളെ അയക്കാൻ. അവിടെ അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജീവിതം ആസ്വദിക്കാനും അവൾക്ക് സാധിക്കും. അതിന് അവളെ പോലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റുള്ളവർക്ക് കുറവുകളായി തോന്നുന്നതെല്ലാം കഴിവുകളായി മാറ്റുന്നതുകൊണ്ട് അത്തരം സ്കൂളുകൾ സ്പെഷ്യൽ ആവുന്നത്. ചെറിയച്ഛൻ പറയുന്നതൊക്കെ ശരിയാ. ഞാനും അങ്ങനെ ആലോചിച്ചു. പക്ഷേ അത്തരം സുരക്ഷിതമായൊരു സ്ഥലവും കൂടെ വേണ്ടേ? വേണം. അത് നമ്മൾ കണ്ടെത്തണം.